നമസ്കാരം, KCN ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കണ്ണു തുറപ്പിക്കാനും കാതു കേൾപ്പിക്കാനും കാസർഗോഡ് നിവാസികൾ അനന്തപുരിയിൽ. കാസർഗോഡ് ബദിയടുക്ക മേഖലയിലെ മലയോര റോഡുകളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കാത്തതിൽ പ്രതിഷേധിച്ച് ജനകീയ സമിതി പ്രവർത്തകർ സെക്രട്ടേറിയറ്റ് പടിക്കൽ കരച്ചിൽ സമരം നടത്തി. പാസ്പോർട്ട് സേവാ കേന്ദ്രം കാസർഗോഡ് കേന്ദ്രീകരിച്ച് ആരംഭിക്കുന്നതിൽ കാലതാമസമെടുക്കുന്നു. പ്രതിസന്ധികൾ പരിഹരിച്ച് ഉടൻ ആരംഭിക്കണമെന്നാവശ്യപ്പെട്ട് മുസ്ലിം യൂത്ത് ലീഗ് പ്രവർത്തകർ കാസർഗോഡ് ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു. ഒരു വർഷം നീണ്ടു നിൽക്കുന്ന വജ്ര ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ച് കാസർഗോഡ് ഗവൺമെന്റ് കോളേജ്. 60 ആണ്ട് 60 പരിപാടികൾ എന്ന ലക്ഷ്യത്തിനായി വിദ്യാർത്ഥികളുടെ വിളംബര ജാഥ. നിർമ്മാണ മേഖലയിലെ പ്രതിസന്ധികൾ എന്ന വിഷയത്തിൽ കാസർഗോഡ് കോഓപ്പറേറ്റീവ് ബാങ്ക് ഹാളിൽ സംവാദം സംഘടിപ്പിക്കുന്നു. പരിപാടി സംഘടിപ്പിക്കുന്നത് ലെൻസ് ഫെഡ് കാസർഗോഡ് ജില്ലാ കമ്മിറ്റി. ഭക്തിസാന്ദ്രമായി മധൂർ ശ്രീ മദനന്തേശ്വര സിദ്ധിവിനായക ക്ഷേത്രം. മഹാരുദ്രയാഗവും ലക്ഷാർച്ചനയും നാളികേര മഹാഗണയാഗവും ഭക്തി നിർഭരമായി കൊണ്ടാടി. വാർത്തകൾ വിശദമായി. തലസ്ഥാനത്തെ തമ്പുരാക്കന്മാരുടെ മനസ്സലിയുമെന്ന പ്രതീക്ഷയോടെ മാഹിൻ കേലോട്ട് നേതൃത്വം നൽകുന്ന 50ഓളം വരുന്ന ജനകീയ സമിതി പ്രവർത്തകർ സെക്രട്ടേറിയറ്റ് പടിക്കൽ കരച്ചിൽ സമരം നടത്തി. കാസർഗോഡ് ജില്ലയിലെ ബദിയടുക്ക മലയോര മേഖലയിലെ റോഡുകളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടാണ് പ്രവർത്തകർ വേറിട്ട സമരവുമായി രംഗത്തെത്തിയത്. തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് പടിക്കലാണ് വേറിട്ട സമരം നടത്തി കാസർഗോഡ് ബദിയടുക്ക ജനകീയ സമിതി പ്രവർത്തകർ വ്യത്യസ്തത തീർത്തത്. ബദിയടുക്ക മേഖലയിലെ പ്രധാന റോഡുകൾ പൊട്ടിപ്പൊളിഞ്ഞിട്ട് മാസങ്ങളായിട്ടും യാതൊരു നടപടിയും സ്വീകരിക്കാത്ത അധികൃതരുടെ നടപടിയിൽ പ്രതിഷേധിച്ചാണ് പ്രവർത്തകർ തിരുവനന്തപുരത്തേക്ക് വണ്ടി കയറിയത്. ഒടുവിൽ ബദിയടുക്ക PWD ഓഫീസിന് മുന്നിൽ 18 ദിവസമായി നടക്കുന്ന സമരത്തിന്റെ വേദനകൾ പ്രവർത്തകർ സെക്രട്ടേറിയറ്റ് പടിക്കൽ കരഞ്ഞു തീർത്തു. ോളം വരുന്ന പ്രവർത്തകർ രാവിലെ 10 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ സെക്രട്ടേറിയറ്റ് പടിക്കൽ കരച്ചിൽ സമരം നടത്തി. മാറി മാറി വരുന്ന 2 സർക്കാരും ഏറ്റവും കൂടുതൽ അവഗണിച്ച ജില്ലയാണ് കാസർഗോഡ് എന്ന് സമരം ഉദ്ഘാടനം ചെയ്ത പൂഞ്ഞാർ MLA PC ജോർജ് പറഞ്ഞു. നമുക്ക് 14 ജില്ലയുണ്ട്. ആ 14 ജില്ലയിൽ ഏറ്റവും മാറി മാറി വന്ന 2 മുന്നണികളും ഏറ്റവും അധികം അവഗണിച്ചത് കാസർഗോഡ് ജില്ലയാണ്. ഒളിച്ചു വെച്ചിട്ട് കാര്യമില്ല. അങ്ങനെ അവഗണന മാത്രം പേര് നടക്കുന്ന ഒരു ജില്ലയായി കാസർഗോഡ് മാറിയിരിക്കുക. ഇതിന് മാറ്റം വേണ്ടേ? ഇതിന് മാറ്റത്തിന് ഞാൻ വളരെ വിനയത്തോട് പറയുക, രാഷ്ട്രീയം നോക്കണ്ട. ഇവിടെ കോൺഗ്രസുമില്ല, കമ്മ്യൂണിസ്റ്റുമില്ല, മുസ്ലിം ലീഗുമില്ല, BJPയുമില്ല, അല്ലെങ്കിൽ മറ്റു കക്ഷികളും ഒറ്റക്കെട്ടായി സമരരംഗത്ത് തന്നെ നിൽക്കണം. അതിൽ നിങ്ങൾ മാറണം. ഒരു സംശയം വേണ്ട. വളരെ വിനയത്തോടുകൂടി പറയുന്നു, ഞാൻ കാസർഗോഡ് എത്തും. നിങ്ങൾ സമരം ശക്തമായി നടത്തുന്ന ദിവസം ഞാൻ തന്നെ വരുന്നതാണ്. യാതൊരു സംശയമില്ല. തുടർന്ന് മലയോര മേഖലയിലെ റോഡുകളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കാൻ നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ജനകീയ സമിതി പ്രവർത്തകർ മുഖ്യമന്ത്രിക്കും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്കും ധനമന്ത്രിക്കും നിവേദനം നൽകുകയും ചെയ്തു. സർക്കാർ ഇടപെട്ട് ആവശ്യമായ പരിഹാരം കണ്ടെത്തുമെന്ന വിശ്വാസത്തിലാണ് പ്രവർത്തകർ. മഴയ്ക്ക് മുമ്പായി ഈ റോഡുകളുടെ അറ്റകുറ്റപ്പണി നടത്തണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. തീർച്ചയായിട്ടും ഇതിനൊരു ശാശ്വതമായ പരിഹാരമുണ്ടാകണം. കാസർഗോഡിനെ അവഗണിച്ചു കൊണ്ടിരിക്കുകയാണ്. മെഡിക്കൽ കോളേജ് പ്രഖ്യാപിച്ച് വർഷങ്ങൾ കഴിഞ്ഞിട്ടും അതിൻ്റെ ഹോസ്പിറ്റൽ ബ്ലോക്കിൻ്റെ പണി ഇതുവരെ ആരംഭിച്ചിട്ടില്ല. ഇങ്ങനെയുള്ള ഒരുപാട് അവഗണനയാണ് കാസർഗോഡുള്ളത്. ഈ അവഗണന മാറ്റണം. അതിനുവേണ്ടിയാണ് ഈ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ഞങ്ങൾ ഈ സമരം ഇവിടെ ഇരിക്കുന്നത്. കരഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ ഈ സമരം നടത്തുന്നത്. സമരത്തിന് മാഹിൻ കേലോട്ട്, ബാലകൃഷ്ണ ഷെട്ടി, ചന്ദ്രഹാസ റായ്, അൻവർ ഓസോൺ, നാരായണ ഭട്ട്, SM മയ്യ തുടങ്ങിയവർ നേതൃത്വം നൽകി. മഞ്ചേശ്വരം MLA PB അബ്ദുൾ റസാഖ്, കാസർഗോഡ് MLA NA നെല്ലിക്കുന്ന് തുടങ്ങിയവരും സമരത്തിന് ഐക്യദാർഢ്യവുമായി രംഗത്തെത്തി. പാസ്പോർട്ട് സേവാ കേന്ദ്രം കാസർഗോഡ് ഉടൻ ആരംഭിക്കണമെന്നാവശ്യപ്പെട്ട് മുസ്ലിം യൂത്ത് ലീഗ് കാസർഗോഡ് ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു. മുസ്ലിം ലീഗ് ജില്ലാ ട്രഷറർ A അബ്ദുൾ റഹ്മാൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. പാസ്പോർട്ട് സേവാ കേന്ദ്രം എത്രയും പെട്ടെന്ന് ആരംഭിക്കണമെന്നാവശ്യപ്പെട്ടാണ് മുസ്ലിം യൂത്ത് ലീഗ് കാസർഗോഡ് ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചത്. രാജ്യത്തെ ഏറ്റവും കഴിവുകെട്ട MPയാണ് കാസർഗോഡ് ഉള്ളതെന്ന് മാർച്ച് ഉദ്ഘാടനം ചെയ്ത മുസ്ലിം ലീഗ് ജില്ലാ ട്രഷറർ A അബ്ദുൾ റഹ്മാൻ പറഞ്ഞു. ഇവിടെ പാസ്പോർട്ട് സേവാ കേന്ദ്രം മാത്രമല്ല
ഒരു സെക്കൻഡ് പോലും ജില്ലാ ആസ്ഥാനങ്ങളിലൊക്കെ രാജധാനി എക്സ്പ്രസിന് സ്റ്റോപ്പ് ഉണ്ടെങ്കിൽ പോലും ഈ ജില്ലാ ആസ്ഥാനമായ കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിൽ ഒരു സെക്കൻഡ് പോലും അദ്ദേഹത്തിന് രാജധാനി എക്സ്പ്രസിന് സ്റ്റോപ്പ് അനുഭവിക്കാൻ പോലും സാധിച്ചിട്ടില്ല. ഇത്രയേറെ കഴിവുകെട്ട ഒരു MP ഈ 540 MP-മാരിൽ ഉണ്ടാവുകയില്ല എന്ന് പറയാൻ നമ്മൾ ആഗ്രഹിക്കുന്നു. കാസർഗോഡ് ജില്ലയിലെ ജില്ലാ ആസ്ഥാനത്ത് പോലും ഈ ഇത്തരം കാര്യങ്ങൾ നടപ്പിലാക്കുന്ന കാര്യത്തിൽ തികഞ്ഞ അനാസ്ഥ കാട്ടുന്ന, ജനങ്ങളെ വിഡ്ഢികളാക്കുന്ന, ജനങ്ങളോട് ദ്രോഹം ചെയ്യുന്ന ഈ MP-യെ ജനകീയ വിചാരണ നടത്താൻ മുസ്ലിം ലീഗും മുസ്ലിം ലീഗിന്റെ പോഷക സംഘടനകളും തയ്യാറാകുമെന്ന് പറയാൻ ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. പരിപാടിയിൽ മണ്ഡലം പ്രസിഡന്റ് സഹീർ ആസിഫ് അധ്യക്ഷത വഹിച്ചു. AKM അഷറഫ്, TD കബീർ, അഷറഫ് എടനീർ, സിദ്ദിഖ്, മൊയ്തീൻ കൊല്ലമ്പാടി, ഹമീദ് ബദിര, യൂസഫ് ഉളവാർ, ആരിസ് പട്ല തുടങ്ങിയവർ സംസാരിച്ചു. ഒരു വർഷം നീണ്ടു നിൽക്കുന്ന വജ്ര ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ച് കാസർഗോഡ് ഗവൺമെൻറ് കോളേജിലെ വിദ്യാർത്ഥികൾ അണിനിരന്ന വിളംബര ജാഥ സംഘടിപ്പിച്ചു. ഗവൺമെൻറ് കോളേജ് പരിസരത്തു നിന്നും ആരംഭിച്ച ജാഥയ്ക്ക് കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിൽ സമാപനമായി. 60 പരിപാടികൾ എന്നതാണ് വജ്ര ജൂബിലി ആഘോഷ കമ്മിറ്റിയുടെ ലക്ഷ്യം. വിദ്യാഭ്യാസ സാംസ്കാരിക രംഗത്തെ വികസനത്തിന്റെ പൊൻപ്രഭ വിടർത്തിയ കാസർഗോഡ് ഗവൺമെന്റ് കോളേജിന്റെ വജ്ര ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കമായി. ഇതിന്റെ ഭാഗമായാണ് കോളേജ് വിദ്യാർത്ഥികൾ അണിനിരന്ന വിളംബര ജാഥ സംഘടിപ്പിച്ചത്. കാസർഗോഡ് ഗവൺമെന്റ് കോളേജ് പരിസരത്തു നിന്നും ആരംഭിച്ച ജാഥ പുതിയ ബസ് സ്റ്റാൻഡിൽ സമാപിച്ചു. വജ്ര ജൂബിലിയുടെ ഭാഗമായി വിവിധ പരിപാടികളാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. വാർഷികത്തോടനുബന്ധിച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾ, സെമിനാറുകൾ, ആദരിക്കൽ ചടങ്ങുകൾ തുടങ്ങിയവ സംഘടിപ്പിക്കാനാണ് ആഘോഷ കമ്മിറ്റിയുടെ തീരുമാനം. ലെൻസ്ഫെഡ് കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നിർമ്മാണ മേഖലയിലെ പ്രതിസന്ധി എന്ന വിഷയത്തിൽ സംവാദം സംഘടിപ്പിക്കും. കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് ഹാളിൽ മാർച്ച് 2-നാണ് പരിപാടി സംഘടിപ്പിക്കുന്നതെന്ന് ഭാരവാഹികൾ അറിയിച്ചു. കഴിഞ്ഞ നവംബർ മാസത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ച നോട്ട് നിരോധനത്തിന് മുൻപും ശേഷവും രാജ്യത്തെ നിർമ്മാണ മേഖലയുടെ സ്ഥിതി ദയനീയാവസ്ഥയിൽ തന്നെയാണ്. നോട്ട് നിരോധന നടപടി ദീർഘകാലാടിസ്ഥാനത്തിൽ ഗുണം ചെയ്യുമെന്ന വാദമുയർത്തുമ്പോഴും പ്രത്യക്ഷത്തിൽ ഈ പ്രഖ്യാപനം കൂടുതൽ ബാധിച്ചത് റിയൽ എസ്റ്റേറ്റ് നിർമ്മാണ മേഖലയെയാണ്. ഇത്തരമൊരവസരത്തിലാണ് നിർമ്മാണ മേഖലയിലെ പ്രതിസന്ധികൾ ചർച്ച ചെയ്യുക എന്ന ലക്ഷ്യവുമായി മാർച്ച് 2-ന് സംവാദം സംഘടിപ്പിക്കുന്നതെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഇങ്ങനെ വിവിധങ്ങളായ പ്രശ്നങ്ങൾ നിർമ്മാണ മേഖലയെ നേരിട്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് കൂനിന്മേൽ കുരു എന്ന പോലെ തന്നെ എന്ന് പറയാം, കേന്ദ്ര സർക്കാരിൻ്റെ ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിച്ച നോട്ട് നിരോധനം നിലവിൽ വന്നത്. ഇത് അങ്ങേറ്റം പ്രതിസന്ധിയിലായിരുന്ന നിർമ്മാണ മേഖലയെ സ്തംഭനാവസ്ഥയിലേക്ക് എത്തിച്ചു എന്നുള്ളതാണ് ഈ നോട്ട് നിരോധനം കൊണ്ടുണ്ടായ നിർമ്മാണ മേഖലയിൽ ഉണ്ടായിട്ടുള്ള ഒരു സംഭവ വികാസം. ഈ മേഖലയിൽ സമാന ചിന്താഗതിക്കാരായ മറ്റ് സംഘടനകൾ, നിർമ്മാണ മേഖലയിൽ വർക്ക് ചെയ്യുന്ന മറ്റ് സംഘടനകളെ, തൊഴിലാളി സംഘടനകൾ അടക്കമുള്ള സംഘടനകളെ ഏകോപിപ്പിച്ചുകൊണ്ട് മുൻപോട്ടുള്ള പരിപാടികൾ ഞങ്ങൾ ആസൂത്രണം ചെയ്യുന്നത്. അതിൻ്റെ ആദ്യ പടി എന്ന നിലയിൽ മാർച്ച് 2-ാം തീയതി വ്യാഴാഴ്ച ഒരു സംവാദം ഞങ്ങൾ ഇവിടെ വെച്ച് ഈ ടൗൺ ബാങ്കിൻ്റെ ഹാളിൽ വെച്ച് പ്ലാൻ ചെയ്തിട്ടുണ്ട്. പുതിയ ബസ് സ്റ്റാൻഡ് സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് ഹാളിൽ വെച്ച് നടക്കുന്ന സംവാദത്തിൽ ജില്ലകളിലെ നിർമ്മാണ മേഖലയുമായി ബന്ധപ്പെട്ട പ്രമുഖർ പങ്കെടുക്കും. വാർത്താസമ്മേളനത്തിൽ KS ആലി, VV ഗോപാൽ, PK വിജയൻ, CS വിനോദ് കുമാർ, സജി മാത്യു, AC ജോഷി, P രാജൻ, A ദിവാകരൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ഭക്തിസാന്ദ്രമായി മധൂർ ശ്രീ മദനന്തേശ്വര സിദ്ധിവിനായക ക്ഷേത്രം മഹാരുദ്രയാഗം, ലക്ഷാർച്ചനയും സഹസ്രനാളികര മഹാഗണയാഗവും ഭക്തിനിർഭരമായ അന്തരീക്ഷത്തിൽ നടന്നു. മധൂർ ശ്രീ മദനന്തേശ്വര സിദ്ധിവിനായക ക്ഷേത്രത്തിൽ രാവിലെ അരണിമദനത്തോടെ ആരംഭിച്ച പരിപാടിയോടനുബന്ധിച്ച് ലക്ഷാർച്ചനയും പൂർണ്ണഹൂതിയും നടന്നു.
മണ്ഡലപൂജ, ദ്രവ്യപൂജ, അഷ്ടാവധാന സേവ, സഹസ്രനാളികേര അഷ്ടദ്രവ്യ മുഹൂർത്തവും നടന്നു. തുടർന്ന് അന്നദാനവും സാംസ്കാരിക പരിപാടികളും സംഘടിപ്പിച്ചു. യാഗത്തിന് സാക്ഷികളാവാൻ നിരവധി ഭക്തജനങ്ങളാണ് എത്തിച്ചേർന്നത്. കേരള NGO അസോസിയേഷൻ ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു. DCC ജനറൽ സെക്രട്ടറി കേശവ പ്രസാദ് നാണിഹിത്തലു ശില്പശാല ഉദ്ഘാടനം ചെയ്തു. കേരള NGO അസോസിയേഷൻ ഏകദിന ശില്പശാലയാണ് കാസർഗോഡ് സ്പീഡ് വേ ഇൻ ഓഡിറ്റോറിയത്തിൽ വെച്ച് സംഘടിപ്പിച്ചത്. DCC ജനറൽ സെക്രട്ടറി കേശവ പ്രസാദ് നാണിത്തലു ശില്പശാല ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ അംഗങ്ങൾക്ക് പരമാവധി സഹായിക്കുവാനും അവരുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാനും ഇന്നുവരെ നടന്നു വന്നിട്ടുള്ള കാലങ്ങളിൽ നമുക്ക് സാധിച്ചിട്ടുണ്ടെന്ന് പറയാൻ അഭിമാനപൂർവ്വം നമുക്ക് പറയാൻ സാധിക്കും. ഇന്ന് കാലം മാറിയിരിക്കുന്നു. പഴയ കാലമാണ്. ഇന്ന് ഹൈടെക് യുഗം എന്ന് പറഞ്ഞാലും തെറ്റില്ല. വിവിധ വിഷയങ്ങളെപ്പറ്റി സെമിനാറുകളും സംഘടിപ്പിച്ചു. പരിപാടിയിൽ സംഘടനാ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ PV രമേശൻ, V ദാമോദരൻ, AV രാജഗോപാലൻ തുടങ്ങിയവർ സംസാരിച്ചു. ബദ്രെടുക്ക ശ്രീ പൂമാണി കിന്നിമാണി ദൈവസ്നാന പുനഃപ്രതിഷ്ഠ ബ്രഹ്മകലശോത്സവത്തിന് മാർച്ച് 4 തുടക്കമാകും. ബ്രഹ്മശ്രീ ഉളിയത്തായ വിഷ്ണു അസ്രയുടെ കാർമ്മികത്വത്തിൽ നടക്കുന്ന കലശോത്സവത്തിന് മാർച്ച് 9 സമാപനമാകും. വിവിധ ധാർമ്മിക സാംസ്കാരിക പരിപാടികളോടെ മാർച്ച് 4 മുതൽ 9 വരെ മൊഗ്രാൽ പുത്തൂർ ബദ്രെടുക്ക പൂമാണി കിന്നിമാണി ദേവസ്ഥാനത്തിൽ പുനഃപ്രതിഷ്ഠ ബ്രഹ്മകലശോത്സവം സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മാർച്ച് 4 കോട്ടക്കുഞ്ച മൂലസ്ഥാനത്ത് നിന്ന് നൂതന പ്രതിഷ്ഠാബിംബങ്ങളും കലവറ നിറയ്ക്കൽ കാഴ്ചകളും വാദ്യാഘോഷത്തോടുകൂടി ക്ഷേത്രത്തിൽ നിന്നും പുറപ്പെടും. ക്ഷേത്രതന്ത്രിവര്യരായ ബ്രഹ്മശ്രീ ഉളിയത്തായ വിഷ്ണു അസ്രയെ വരവേൽക്കൽ ചടങ്ങും സംഘടിപ്പിക്കും. കുമ്പളസീമയുടെ 4 ടെമ്പിളാണ് ഫേമസ് ആയിട്ടുള്ളത്. ഞങ്ങൾക്കറിയാവുന്നത് മധൂർ, അടൂർ, കാവ്, മുജങ്കാവ്, പിന്നെ കണിപ്പുറയാണ്. അതുപോലെ 4 ദൈവസ്ഥാനങ്ങളാണുള്ളത്. അമ്പലെടുക്ക, ബദ്രെടുക്ക, പൈക്ക, പൊത്തിക എന്ന് പറഞ്ഞിട്ട് 4 ദൈവസ്ഥാനങ്ങളാണ്. അതിൽ ഈ ബദ്രെടുക്കയാണ് ഇതിൻ്റെ ബ്രഹ്മകലശമാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. 28 വർഷം മുമ്പ് ബ്രഹ്മകലശം നടന്നിട്ടുണ്ട്. അതിനുശേഷം ഏകദേശം 70 ലക്ഷത്തോളം ചെലവിൽ നവീകരണ കാര്യങ്ങൾ നടന്നിട്ട് മറ്റന്നാളാണ് 4-ാം തീയതി മുതൽ 9-ാം തീയതി വരെയാണ് ഈ ബ്രഹ്മകലശ പരിപാടി നടക്കുന്നത്. വാർത്താസമ്മേളനത്തിൽ K രവീന്ദ്ര ആൽവ, മഞ്ജുനാഥ റായ്, പ്രഭാകർ ആൽവ, മോഹൻകുമാർ ഷെട്ടി, ലക്ഷ്മണ, രവീന്ദ്ര റായ്, ലോകേഷ് MP ആചാർ കമ്പാർ തുടങ്ങിയവർ സംബന്ധിച്ചു. അറബ് നൈറ്റ് ട്രോഫി 2017 ഫെഡ്ലൈറ്റ് കബഡി ടൂർണമെന്റിന് സമാപനമായി. തുമിനാട് അറബ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ 2ാം വാർഷികത്തോടനുബന്ധിച്ച് നടന്ന ടൂർണമെന്റിൽ കുഞ്ചത്തൂർ അറസ് മജിൽ ചാമ്പ്യന്മാരായി. അബ്ദുറഹ്മാൻ ഉദ്യാവാരിയുടെ അധ്യക്ഷതയിൽ നടന്ന പരിപാടി കാസർഗോഡ് ജില്ലാ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ಹರ್ಷಾದ್ ಬುರ್ಕಾಡಿ ಉದ್ಘಾಟನೆ ചെയ്തു. ಉದ್ಯಾವರ ಅರಸು ಮಂಜೇಶ್ವರ ಕ್ಷೇತ್ರ ಇರಬಹುದು, 1000 ಜಮಾತ್ ಇರಬಹುದು, ಇಡೀ ಭಾರತ ದೇಶಕ್ಕೆ ಸೌಹಾರ್ದತೆಯ ಸಂದೇಶವನ್ನು ಕೊಡುವಂತಹ ಅತ್ಯಂತ ಪುಣ್ಯವಾದಂತಹ ನೆಲವಾಗಿದೆ ನಮ್ಮ ಈ ಮಂಜೇಶ್ವರ ಪ್ರದೇಶ ಎಂಬುದರಲ್ಲಿ ಎರಡು ಮಾತಿಲ್ಲ. മുഖ്യാതിഥിയായി പങ്കെടുത്ത ഡിവൈഎഫ്ഐ മഞ്ചേശ്വരം ബ്ലോക്ക് സെക്രട്ടറി സാദിഖ് ചെറുകോളി ക്ലബ് പ്രസിഡന്റ് അബ്ദുറഹ്മാന് പതാക കൈമാറി. ശേഷം നടന്ന പരിപാടി മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മുസ്തഫ ഉദ്യാവാര ഉദ്ഘാടനം ചെയ്തു. പരിപാടിയിൽ ഹരിശ്ചന്ദ്ര മഞ്ചേശ്വര, KM അബ്ദുൽ ഖാദർ, രഘു ഷെട്ടി, അഷ്റഫ് കുഞ്ചത്തൂർ, വിശ്വനാഥ ഷെട്ടി, ഇസ്മായിൽ, വിഷ്ണേഷ്, ഗംഗാധരൻ തുടങ്ങിയവർ പങ്കെടുത്തു. ഈ സന്ദർഭത്തിൽ വിവിധ മേഖലയിൽ സേവനമനുഷ്ഠിച്ച പ്രമുഖ വ്യക്തികളെ പൊന്നാടയണിച്ച് ആദരിച്ചു. ശേഷം നടന്ന ടൂർണമെന്റിൽ കേരള കർണാടക ടീമിന്റെ കളിക്കാർ ചേർന്ന 28 ടീമുകളും പങ്കെടുത്തു. ടൂർണമെന്റിൽ കുഞ്ചത്തൂർ അരസ് മജിൽ ചാമ്പ്യന്മാരായി. കുഞ്ചത്തൂരിന്റെ ശിവശക്തി ടീം റണ്ണറപ്പായി. സമാപന ചടങ്ങിൽ കൃഷ്ണ ശിവപ്രഭ, മുസ്തഫ ഉദ്യാവാര, വിഷ്ണേഷ്, വിശ്വനാഥ ഷെട്ടി മുതലായവർ വിജയികൾക്ക് സമ്മാനദാനം നൽകി. പരിപാടിയിൽ നൌമീൻ കുഞ്ചത്തൂർ, അഷ്റഫ് കുഞ്ചത്തൂർ തുടങ്ങിയവർ സംബന്ധിച്ചു. മഞ്ചേശ്വരം കൺവതീർത്ത റെയിൽവേ ഗേറ്റിന് സമീപത്തെ കടയുടെ ഫ്ലെക്സ് ബോർഡുകൾ ആക്രമികൾ അടിച്ചു തകർത്തു. അക്രമികൾ ആരെന്ന് വ്യക്തമല്ല. മഞ്ചേശ്വരം പോലീസിൽ പരാതി നൽകിയതായി കടയുടമ. കഴിഞ്ഞ ദിവസം രാത്രി 2 ബൈക്കുകളിലായി എത്തിയ സംഘമാണ് ആക്രമണത്തിനു പിന്നിൽ. ഇബ്രാഹിമിന്റെ കടയുടെ മുന്നിലെ ബോർഡാണ് 4 അംഗ സംഘം ചേർന്ന് അടിച്ചു തകർത്തത്.
കടയുടെ ബോർഡ് കൂടാതെ കടയിലെ ബൾബുകളും മറ്റും അക്രമികൾ അടിച്ചു തകർത്തു. സംഭവത്തിന്റെ വിശദാംശങ്ങളും പ്രതികളാരെന്നും വ്യക്തമല്ല. രാത്രി പോകുമ്പോൾ എന്തില്ലാന്ന് രാവിലെ വന്നപ്പോൾ ബോർഡൊക്കെ കയറിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ബോർഡൊക്കെ അയച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ പച്ചക്കറി വെക്കുന്ന ടേബിളിന് കൊണ്ടുപോയി അപ്പത്ത് കടന്നിട്ടുണ്ട്. കളത്തൂർ TKM ബാവ ഉസ്താദ് ഇസ്ലാമിക് അക്കാദമിയുടെ ശിലാസ്ഥാപന ചടങ്ങ് മാർച്ച് 2 സംഘടിപ്പിക്കും. പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങൾ ശിലാസ്ഥാപന കർമ്മം നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കളത്തൂർ ഗാസിനഗറിൽ TKM ബാവ ഉസ്താദ് ഇസ്ലാമിക് അക്കാദമിയുടെ ശിലാസ്ഥാപനമാണ് മാർച്ച് 2 രാവിലെ 10 മണിക്ക് നടക്കുന്നത്. പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങൾ ശിലാസ്ഥാപനം നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. തുടർന്ന് നടക്കുന്ന പൊതുസമ്മേളനത്തിൽ കുമ്പോൽ KS അലി തങ്ങൾ, സമസ്ത ജനറൽ സെക്രട്ടറി പ്രൊഫസർ ആലിക്കുട്ടി മുസ്ലിയാർ, UN അബ്ദുൾ റഹ്മാൻ മുസ്ലിയാർ, MA ഗാസി മുസ്ലിയാർ തുടങ്ങി പ്രമുഖ മതപ്രഭാഷകരും സാംസ്കാരിക പ്രവർത്തകരും പങ്കെടുക്കും. ഖാസി TKM ബാവ ഉസ്താദ് ഇസ്ലാമിക് അക്കാദമി എന്ന പേരിൽ ഒരു വിദ്യാഭ്യാസ സമുച്ചയം ആണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ശിലാസ്ഥാപന കർമ്മം മാർച്ച് 2 വ്യാഴാഴ്ച രാവിലെ 10 മണിക്ക് ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ നിർവഹിക്കും. അതുപോലെ ബഹുമാനപ്പെട്ട ആലിക്കുട്ടി ഉസ്താദിൻ്റെ അധ്യക്ഷതയിൽ മഹാന്മാരായ പല പണ്ഡിതന്മാരും നേതാക്കളും പ്രഗത്ഭരായ സാദാത്യങ്ങൾ, ആലിമീങ്ങൾ, മത, രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക നേതാക്കളൊക്കെ സംബന്ധിക്കുന്ന ഒരു വലിയ പരിപാടിയാണ്. വാർത്താ സമ്മേളനത്തിൽ സയ്യിദ് മുഹമ്മദ് ഹമീദ് തങ്ങൾ, KM അബ്ബാസ് ഫൈസി, സിറാജുദ്ദീൻ ഫൈസി, ഷാഫി ഹാജി തുടങ്ങിയവർ പങ്കെടുത്തു. കാഞ്ഞങ്ങാട് പാണത്തൂർ സംസ്ഥാനപാതയുടെ റീസർവേ നടത്തുമെന്ന് മന്ത്രി E ചന്ദ്രശേഖരൻ. കോടമ്പേളൂർ പഞ്ചായത്ത് ഹരിത കേരളത്തിന്റെ ഭാഗമായുള്ള സമ്പൂർണ്ണ മാലിന്യമുക്ത പദ്ധതിയുടെ പഞ്ചായത്ത് തല ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനപാത അടിയന്തര പ്രാധാന്യത്തോടെ കൂടി റീസർവേ നടത്തി പുറമ്പോക്ക് ഭൂമി സംബന്ധിച്ച് കൃത്യമായ പരിശോധന നടത്താൻ തീരുമാനിച്ചതായി മന്ത്രി പറഞ്ഞു. പാതയുടെ സർവേ പൂർത്തിയാക്കുന്ന മുറയ്ക്ക് കയ്യേറ്റക്കാരെ നാട്ടുകാരുടെയും ജനപ്രതിനിധികളുടെയും സഹായത്തോടെ ഒഴിപ്പിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യം ആലോചിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇതോടൊപ്പം തന്നെ കാഞ്ഞങ്ങാട് പാണത്തൂർ സംസ്ഥാനപാതയുടെ വികസനം ആരംഭിക്കുന്നതിന് വേഗത്തിൽ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. കോടമ്പേളൂർ പഞ്ചായത്ത് ഹരിത കേരളത്തിന്റെ ഭാഗമായുള്ള സമ്പൂർണ്ണ മാലിന്യമുക്ത പദ്ധതിയുടെ പഞ്ചായത്ത് തല ഉദ്ഘാടനം ചുള്ളിക്കരയിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നമുക്ക് കുടിവെള്ളത്തിന്റെ ഏറ്റവും വലിയ രൂക്ഷമായ ക്ഷാമം നേരിടാൻ പോകും. ഇത്തരമൊരവസ്ഥയിലേക്ക് എങ്ങനെ നമ്മൾ എത്തിച്ചേർന്നു എന്നത് ആലോചിക്കുമ്പോൾ ഈ കഴിഞ്ഞ കാലവർഷത്തിന്റെയും തുലാവർഷത്തിന്റെയും കുറവ് കൊണ്ട് മാത്രമാണ് എന്ന് നമുക്ക് പറഞ്ഞ് രക്ഷപ്പെടാൻ കഴിയില്ല. നമ്മുടെ തണ്ണീർത്തടങ്ങൾ അത് നികത്തപ്പെടുന്നു. നമ്മുടെ കുന്നുകൾ, മലകൾ തകർക്കപ്പെടുന്നു. നമ്മുടെ വളരെ വ്യാപകമായ ഭൂമിയിൽ നടത്തുന്ന കടന്നാക്രമണങ്ങൾ അല്ലെങ്കിൽ വ്യാപകമായി നടത്തുന്ന ക്വാറി ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ നാടിൻ്റെ, നമ്മുടെ ഭൂമിയുടെ, നമ്മുടെ അന്തരീക്ഷത്തിന്റെ സമനില തെറ്റിക്കുന്നു എന്ന് പറയുന്നതായിരിക്കും ഏറ്റവും ശരിയായ വാക്ക്. പദ്ധതിക്ക് തുടക്കം കുറിച്ച 19 വാർഡുകളിലും ഭൂജല പരിപോഷണം, ജൈവ കൃഷിയുടെ വ്യാപനം, സമ്പൂർണ്ണ ശുചിത്വം, ജൈവ അജൈവ മാലിന്യ നിർമ്മാർജ്ജനം എന്നിവ നടപ്പാക്കും. ഇതിന്റെ ഭാഗമായി പഞ്ചായത്ത് പ്ലാസ്റ്റിക് നിർമ്മാർജ്ജനം പദ്ധതിക്കും ജൈവ മാലിന്യ സംസ്കരണത്തിനുമായി വലിയ പദ്ധതിക്കാണ് ഭരണസമിതി രൂപം നൽകിയിരിക്കുന്നത്. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ പുനർ ഉപയോഗത്തിനായി കൊണ്ടുപോകുന്നതിന് കച്ചവട കേന്ദ്രങ്ങളിലെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വ്യാപാരികളുടെ സഹകരണത്തോടെയും സന്നദ്ധ സംഘടനകളുടെയും സഹായത്തോടെ പൂർണ്ണമായും മാറ്റി പകരം തുണിസഞ്ചികളും പേപ്പർ ബാഗുകളും പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യം കൈവരിക്കാനുള്ള പദ്ധതിയാണ് നടപ്പാക്കുന്നത്. ഇതിന്റെ ഭാഗമായി ജനകീയ പങ്കാളിത്തത്തോടെയും പഞ്ചായത്തിലെ 162 അയൽസഭയുടെയും സഹായത്തോടെയും ഇതിനു പുറമെ വാർഡിൽ 3 പേരുടെ സേവനം പൂർണ്ണമായും ലഭ്യമാക്കിക്കൊണ്ട് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ശേഖരിച്ച് പുനർ ഉപയോഗത്തിന് കൈമാറുകയും ചെയ്യും. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് P രാജൻ അധ്യക്ഷനായി. SC മാത്യു റിപ്പോർട്ട് അവതരിപ്പിച്ചു. അബ്ദുൾ മജീദ് ചെമ്പരിക്ക, PV തങ്കമണി, PL ഉഷ, K ഭൂപേഷ്, TV ഉഷ, T ബാബു, P ദാമോദരൻ, T കോരൻ, K രാമചന്ദ്രൻ, T കൃഷ്ണൻ, ബിനോയ് ആന്റണി, സിനോജ് ചാക്കോ, AS ഹമീദ്, KP ജയകുമാർ, പഞ്ചായത്ത് പ്രസിഡന്റ് C കുഞ്ഞിക്കണ്ണൻ, KV ഉഷാദേവി,
ഫാദർ ഫിലിപ്പ് അനിമുട്ടിൽ, എം ബഷീർ, AU സജി തുടങ്ങിയവർ സംസാരിച്ചു. നാശോന്മുഖമായ തറവാടുകളെ പുനരുദ്ധീകരിക്കാൻ ഉത്തര മലബാർ കുടുംബ തറവാട് സംരക്ഷണ സമിതി രൂപവൽക്കരിച്ചു. തറവാട് പ്രതിനിധികളുടെ യോഗം ചെറുവത്തൂർ ഫാർമേഴ്സ് ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്നു. പ്രസിദ്ധ പൂരക്കളി മറത്തുകളി ആചാര്യൻ വി ദാമോദരൻ പണിക്കർ തറവാട്ട് പ്രതിനിധികളുടെ യോഗം ഉദ്ഘാടനം ചെയ്തു. തറവാടുകൾ പുനരുദ്ധരിക്കുക, അടിച്ചുതളിയും ദീപാരാധനയും കളിയാട്ടങ്ങളും നടത്തുക, സർക്കാരിൽ നിന്ന് ഗ്രാന്റ് അടക്കമുള്ള സാമ്പത്തിക സഹായം ലഭ്യമാക്കുക എന്നീ ലക്ഷ്യവുമായാണ് ഉത്തര മലബാർ കുടുംബ തറവാട് സംരക്ഷണ സമിതി രൂപീകരിക്കുന്നത്. PC.K. നമ്പ്യാർ അധ്യക്ഷത വഹിച്ചു. A. സുകുമാരൻ മുണ്ടക്കണ്ടം, സജീവൻ വെങ്ങാട്ടോ, MP പത്മനാഭൻ എന്നിവർ സംസാരിച്ചു. മലബാർ ഇൻസ്റ്റിറ്റ്യൂട്ട് റിസർച്ച് ഡെവലപ്മെന്റിന്റെ പുരസ്കാരം നേടിയ വി ദാമോദരൻ പണിക്കരെ ചടങ്ങിൽ ആദരിച്ചു. ഗംഗാധരൻ ആനിക്കാടി പൊന്നാട അണിയിച്ചു. കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി മർച്ചന്റ്സ് വനിതാ വിംഗ് കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ച് 1 വനിതാ സംഗമം സംഘടിപ്പിക്കും. കാഞ്ഞങ്ങാട് വ്യാപാര ഭവനിലാണ് വനിതാ സംഗമം നടക്കുന്നത്. വനിതാ സംഗമത്തിന് മുന്നോടിയായി നോർത്ത് കോട്ടച്ചേരിയിൽ നിന്നും വനിതാ റാലിയും സംഘടിപ്പിക്കും. കേരള വ്യാപാര വ്യവസായ ഏകോപന സമിതിയുടെയും മർച്ചന്റ്സ് വനിതാ വിംഗ് കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെയും നേതൃത്വത്തിലാണ് വനിതാ സംഗമം സംഘടിപ്പിക്കുന്നത്. വ്യാപാര ഭവനിലാണ് വനിതാ സംഗമം നടക്കുന്നത്. സംഗമത്തിന്റെ ഭാഗമായി ആകാശ് ഓഡിറ്റോറിയത്തിന് സമീപത്ത് നിന്ന് വനിതാ റാലി സംഘടിപ്പിക്കും. ഡോക്ടർ ഷീന ഷുക്കൂർ വനിതാ സംഗമം ഉദ്ഘാടനം ചെയ്യും. ഷേർലി സെബാസ്റ്റ്യൻ അധ്യക്ഷനാവും. ആകാശ് ഓഡിറ്റോറിയത്തിന് മുന്നിൽ നടക്കുന്ന റാലിയിൽ 1000-ലധികം വനിതകൾ പങ്കെടുക്കും. കാഞ്ഞങ്ങാട്ട് നടന്ന വാർത്താ സമ്മേളനത്തിൽ ഗിരീഷ്, ഷേർലി, ഷീനജ, വിൻസി, ജെസി, ഉഷ, പ്രസന്ന, ചന്ദ്രമണി തുടങ്ങിയവർ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കണ്ണു തുറപ്പിക്കാനും കാതു കേൾപ്പിക്കാനും കാസർഗോഡ് നിവാസികൾ അനന്തപുരിയിൽ. കാസർഗോഡ് ബദിയടുക്ക മേഖലയിലെ മലയോര റോഡുകളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കാത്തതിൽ പ്രതിഷേധിച്ച് ജനകീയ സമിതി പ്രവർത്തകർ സെക്രട്ടേറിയറ്റ് പടിക്കൽ കരച്ചിൽ സമരം നടത്തി. പാസ്പോർട്ട് സേവാ കേന്ദ്രം കാസർഗോഡ് കേന്ദ്രീകരിച്ച് ആരംഭിക്കുന്നതിൽ കാലതാമസമെടുക്കുന്നു. പ്രതിസന്ധികൾ പരിഹരിച്ച് ഉടൻ ആരംഭിക്കണമെന്നാവശ്യപ്പെട്ട് മുസ്ലിം യൂത്ത് ലീഗ് പ്രവർത്തകർ കാസർഗോഡ് ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു. 1 വർഷം നീണ്ടു നിൽക്കുന്ന വജ്ര ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ച് കാസർഗോഡ് ഗവൺമെന്റ് കോളേജ്. 60 ആണ്ട് 60 പരിപാടികൾ എന്ന ലക്ഷ്യത്തിനായി വിദ്യാർത്ഥികളുടെ വിളംബര ജാഥ. നിർമ്മാണ മേഖലയിലെ പ്രതിസന്ധികൾ എന്ന വിഷയത്തിൽ കാസർഗോഡ് കോഓപ്പറേറ്റീവ് ബാങ്ക് ഹാളിൽ സംവാദം സംഘടിപ്പിക്കുന്നു. പരിപാടി സംഘടിപ്പിക്കുന്നത് ലെൻസ് ഫെഡ് കാസർഗോഡ് ജില്ലാ കമ്മിറ്റി. ഭക്തിസാന്ദ്രമായി മധൂർ ശ്രീ മദനന്തേശ്വര സിദ്ധിവിനായക ക്ഷേത്രം. മഹാരുദ്രയാഗവും ലക്ഷാർച്ചനയും നാളികേര മഹാഗണയാഗവും ഭക്തി നിർഭരമായി കൊണ്ടാടി. വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.